പറഞ്ഞേ. ഹാങ് ഔട്ട് പ്ലേ വേഡ് ആ പാർക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കിളി പറഞ്ഞ ഹാങ് ഔട്ട് പ്ലേ വേൾഡ് എന്ന് പറഞ്ഞ പാർക്കിലേക്കാണ് കേട്ടോ. ഞാൻ എപ്പോൾ നാട്ടിൽ വന്നാലും കിളി എപ്പോഴും പോകണമെന്ന് പറയുന്ന ഒരു സ്പോട്ടാണ് ഈ പാർക്ക്. ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ആൾ. കാരണം ഇന്ന് നമ്മുടെ കൂടെ ഏട്ടനും വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ കൂടെ പാർക്കിൽ വരണം, ഒരു ദിവസം ഫുൾ അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് കൂട്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആൾ ആദ്യം പാർക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കിടന്നതിന് ശേഷം ആൾ ആദ്യം ഊഞ്ഞാലാണ് ആടുന്നത്. അപ്പം ഇത് ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഒരുപാട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം കയറിയത് ഈ ഒരു റൈഡിലാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം ഇതിൽ കളിച്ചതിന് ശേഷം അതിൻ്റെ ടോപ്പിലൊക്കെ കയറി ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നിട്ടുണ്ട്. കുറച്ച് നേരമൊക്കെ ഇതിൽ നിന്ന് കിട്ടും. അതിന് ശേഷം ആൾ പോണത് ആളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേസിലേക്കാണ് കേട്ടോ. അപ്പോൾ ബാഗൊക്കെ ഉണ്ട്, നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാണ് പോണത്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഈ പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരണമെന്ന് പറയുന്നത്. ഈ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക്. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഏട്ടനവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പം നമുക്ക് തന്നിരിക്കുന്ന ടിക്കറ്റ് എടുത്തത് അവരുടെ കയ്യിൽ കൊടുക്കുമ്പം അവരതിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും ആൾ വന്നു, ആളതിൻ്റെ ഡോറൊക്കെ തുറന്നു കൊടുത്തു കേട്ടോ. അപ്പം ആളെങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. ആദ്യം ഞങ്ങൾ വന്നപ്പോൾ ശരിക്കും നമുക്ക് പേടിയുണ്ടായിരുന്നു, പിന്നെ അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ പൂളിലത് ഈ കാണുന്ന ആനത്തൊട്ടി അത് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം താഴേക്ക് വരും കേട്ടോ. അതിങ്ങനെ നിറഞ്ഞു കഴിയുമ്പോൾ അതിങ്ങനെ ചെരിയും, അപ്പോൾ വെള്ളം എല്ലാം താഴേക്ക് വരും കേട്ടോ. അപ്പോൾ പൂളിലിറങ്ങിയാൽ പിന്നെ കുറേ നേരം കഴിഞ്ഞാലേ അവൾ കയറുള്ളൂ കേട്ടോ. അവൾ മാത്രമല്ല, ഇവിടെ വരുന്ന മിക്ക കുട്ടികളും പൂളിലിറങ്ങിയാൽ പിന്നെ തിരിച്ച് കയറാൻ നല്ല പാടാണ്. വീഡിയോ എടുക്കണം എന്ന് എന്നോട് പറഞ്ഞത് കൊണ്ട് തന്നെ ആൾ എല്ലാ റൈഡിലും തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ റൈഡിൽ കയറുമ്പോൾ അതൊക്കെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആളെല്ലാത്തിലും മാറി മാറി കയറണതാണ് കേട്ടോ. ശരിക്കും അതൊരു ഭയങ്കര സന്തോഷമല്ലേ. അവൾക്കൊരാഗ്രഹം പറഞ്ഞപ്പോൾ നമ്മളത് കൂടെ നിന്ന് അവളുടെ കൂടെ അവളുടെ ആഗ്രഹത്തോടൊപ്പം നിന്നപ്പോൾ ആൾക്കത് ഭയങ്കര സന്തോഷമായി കേട്ടോ. കുറച്ച് ടൈമാണെങ്കിലും ഏട്ടനും കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഏട്ടൻ തിരിച്ച് നാട്ടിലേക്ക് ഇങ്ങനെ പോകുന്നു. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചെറിയ ഈവൻറ്റുകളൊക്കെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ വലിയവരൊക്കെ എക്സസൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഈവനിങ് ആയതുകൊണ്ട് അവരത് ചെയ്യാത്തതാണ്. അവിടെ നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മൾ നേരെ വന്നത് ഫുഡ് കോർട്ടിലേക്കാണ്. ഇവിടെ ഫുള്ള് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവർ ഈ ഒരു ഈവനിങ് ടൈമിൽ തന്നെ എല്ലാം തെളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും ഷോപ്പുകളുണ്ട്, എല്ലാ ഷോപ്പുകളും തന്നെ ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സീറ്റിംഗ് ഒക്കെ വളരെ രസകരമായ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഇവിടെ സ്കൂട്ടറിൻ്റെ രീതിയിലുള്ള സ്കൂട്ടറിൻ്റെ രീതിയിലുള്ള ടേബിളുണ്ട്, നമ്മുടെ ടയർ കൊണ്ടുള്ള ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിറ്റിംഗ് ഏരിയകളായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നമ്മളിവിടെ അല്ല ഇരിക്കണത്, നമ്മളിപ്പോൾ പോണത് കിളിക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കഴിക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ അടുത്ത് കിളിക്ക് ചെറിയ ഫോട്ടോയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ് വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഐസ്ക്രീമാണ് വാങ്ങിയത്. ലെമൺ ജ്യൂസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ നോർമൽ ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ പുറത്ത് പോയതുകൊണ്ട് ആളങ്ങനെ ചിക്കൻ ഐറ്റംസ് ഒന്നും ആൾക്ക് അത്ര വലിയ പിടുത്തമില്ല. അപ്പോൾ നമ്മൾ നോർമൽ ഫ്രഞ്ച് ഫ്രൈസ് മാത്രം വാങ്ങിക്കൊടുത്തു കേട്ടോ. ഫുള്ളൊന്നും കഴിച്ചിട്ടില്ല, ഞങ്ങൾ ആൻറ്റിയും ഞാനും കൂടെയാണ് അവളത് ഫുള്ള് ഫിനിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫോട്ടോ സെഷനിലായിട്ടൊക്കെ കടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ ഇതാണ് അതിൻ്റെ പുറത്തുള്ള ഒരു സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കിളിയുടെ കൂടെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.